ഹതമ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? പൊടിച്ചു എന്നാണ്. ഹതമ, ഹതമ യഹ്തിമു. ഹുതാമ എന്ന് ഖുർആനിൽ കാണാം, വൈക്കോൽ തുരുമ്പ് പോലെ പൊടിക്കപ്പെട്ടു. ഹുതാമ. അപ്പൊ ഇത് പൊടിക്കുക എന്ന് പറഞ്ഞാൽ ആ പൊടിക്കലല്ല. നിങ്ങളെ കയ്യോ കാലോ ഒക്കെ പൊടിഞ്ഞു പോകുന്നൊന്നുമല്ല, നിങ്ങൾ മൊത്തം പോവും. അതുകൊണ്ട് അവർ പോണ വഴിയിൽ നിന്ന് വേഗം ചെയ്തോളിൻ, മാറിക്കോളിൻ. കാരണം ഉറുമ്പുകളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് വളരെ ഈ പറഞ്ഞതുപോലെ വളരെ സിസ്റ്റമാറ്റിക്കലാണ്. ജന്മ തുടക്കത്തിൽ പറഞ്ഞു നമ്മൾ ക്ലാസ്സിലെന്ന് ഈ സൂറത്ത് ആരംഭിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. ഉറുമ്പ് ലോകത്തിന്റെ ഒരുപാട് അത്ഭുതങ്ങൾ. ഉള്ളറകളിൽ മഴവെള്ളം പെട്ടെന്ന് മഴയൊന്നും പറ്റാത്ത വിധത്തിൽ നേരെ താഴ്ത്തത്തൊന്നുമല്ല ഈ ഉറുമ്പുകളുടെ മാളങ്ങളുണ്ട്. നേരെ ഇങ്ങനെയും വളഞ്ഞും തിരിഞ്ഞും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ കുറേ അറകളും വലിയ സിസ്റ്റത്തിലാണല്ലോ അവയുടെ ലോകം. എത്ര ഇനങ്ങളുണ്ട് എന്നാ പറയുന്നത്? ഉറുമ്പുകൾ തന്നെ ഒരുപാട് ഇനങ്ങളുണ്ട് എന്നാണ്. നമുക്ക് പരിചയമുള്ള കുറഞ്ഞ ഇനങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ വളരെ അള്ളാഹുവിൻ്റെ ഒരു വലിയ അത്ഭുതത്തിൻ്റെ ലോകമാണ്. ആരുടെ ലോകം? ഈ ഉറുമ്പുകളുടെ ലോകം. അപ്പോൾ അവറ്റയോട് അതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ വിളിച്ചു പറയാണ്, എന്ത്? നിങ്ങൾ വേഗത്തിൽ നിങ്ങളുടെ താമസ സ്ഥലങ്ങളിലേക്ക് പ്രവേശിച്ചോളൂ, സുലൈമാൻ നിങ്ങളെ ചവിട്ടാതിരിക്കട്ടെ, ചവിട്ടരുത്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പട്ടാളങ്ങളും. വഹും ലാ യശ്ഉറൂൻ, അവർ അറിയാത്തവരായ നിലയിൽ അവർ ചവിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ നിങ്ങളുടേതായ മസാക്കിനുകളിലേക്ക് പ്രവേശിച്ചോളൂ. ഫതബസ്സമ, അപ്പോൾ ചിരിച്ചു, പുഞ്ചിരി തൂകി. ആ തബസ്സുമു ളാഹികൻ, ഒരു ചിരിയിലേക്ക് എത്തുന്ന പുഞ്ചിരിയാണത്. തബസ്സമ, ഫതബസ്സമ, പുഞ്ചിരിച്ചു. ബസമ എന്നും പറയും പുഞ്ചിരിക്കുന്നതിന്. ബസമ, ഇബ്തസമ, തബസ്സമ, ഇതൊക്കെ എന്തിനുള്ളതാണ്? പുഞ്ചിരിച്ചു എന്നല്ലേ. അപ്പൊ ഇബ്തസമ, ബസമ, തബസ്സമ ഒക്കെ എന്തിനാ പറയാ? പുഞ്ചിരിച്ചു. പുഞ്ചിരിക്കുന്നവന് ബാസിം, മുബ്തസിം എന്നൊക്കെ പറയും. ഫതബസ്സമ ളാഹികൻ, അങ്ങനെ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ചിരിച്ചു. മിൻ ഖൗലിഹാ, ആ ഉറുമ്പിന്റെ സംസാരം നിമിത്തം. അത് മനസ്സിലായപ്പോ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ചിരിച്ചു. വഖാല, എന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ആ പ്രാർത്ഥന? റബ്ബി ഔസിഅ്നി, എൻ്റെ രക്ഷിതാവേ, ഔസിഅ്നി, നീ എനിക്ക് തോന്നിപ്പിക്കണേ, എനിക്ക് നീ പ്രചോദനം നൽകണേ, എനിക്ക് നീ ആവേശം നൽകണേ. അതൊക്കെ അതിൻ്റെ അർത്ഥമാണ് ഔസിഅ്നി, എനിക്ക് നല്ല പ്രചോദനം നൽകണം. അൽഹിംനി, നീ എനിക്ക് തോന്നിപ്പിക്കണം, എനിക്ക് നല്ല ഉന്മേഷവും ആവേശവും ഒക്കെ ഉത്സാഹമൊക്കെ പ്രദാനം ചെയ്യണം. എന്തിന്? അൻ അഷ്കുറ, ഞാൻ നന്ദി കാണിക്കാൻ, ഞാൻ നന്ദിയുള്ളവനാകാൻ. ഏത് കാരണത്താൽ? എന്തിന്? നിഅമതകല്ലതീ അൻഅംത അലയ്യ, നീ എൻ്റെ മേൽ അനുഗ്രഹിച്ചിട്ടുള്ള അനുഗ്രഹത്തിന്. നിഅമതക, നിന്റെ അനുഗ്രഹത്തിന്. അല്ലതീ അൻഅംത അലയ്യ, എൻ്റെ മേൽ നീ അനുഗ്രഹിച്ചിരിക്കുന്നു. നീ എൻ്റെ മേൽ ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ നീ എനിക്ക് പ്രചോദനം നൽകണേ. എനിക്ക് മാത്രമല്ല നീ അനുഗ്രഹം തന്നിട്ടുള്ളത്, വഅലാ വാലിദയ്യ, എൻ്റെ മാതാപിതാക്കളുടെ മേലും നീ അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. അതിനും നിന്നോട് നന്ദി കാണിക്കാൻ നീ എനിക്ക് പ്രചോദനം നൽകണേ, ഉത്സാഹം വർദ്ധിപ്പിക്കണേ, തോന്നിപ്പിക്കണേ. തീർന്നില്ല. വഅൻ അഅ്മല സാലിഹൻ, വഅൻ അഅ്മല, ഞാൻ ചെയ്യുവാനും പ്രവർത്തിക്കുവാനും, സാലിഹൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനും. വഅൻ അഅ്മല, ഞാൻ ചെയ്യുവാനും, സാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും. ഏത് വിധത്തിലുള്ള സൽക്കർമ്മങ്ങൾ? തർലാ, നീ തൃപ്തിപ്പെടുന്നു.
റളിയ തൃപ്തിപ്പെട്ടു, തർല നീ തൃപ്തിപ്പെടുന്നു, ഹു അതിനെ. അപ്പൊ നീ തൃപ്തിപ്പെടുന്ന വിധത്തിൽ സൽക്കർമ്മം ചെയ്യാനും എനിക്ക് നീ പ്രചോദനമേകണം. അവസാനം പറഞ്ഞതെന്താ? വഅദ്ഖിൽനീ, നീ എന്നെ പ്രവേശിപ്പിക്കുകയും ചെയ്യണേ, ബിറഹ്മതിക, നിന്റെ കാരുണ്യം നിമിത്തം, ഫീ ഇബാദിക സ്സാലിഹീൻ, സജ്ജനങ്ങളായ നിന്റെ അടിമകളിൽ നീ എന്നെ ചേർത്ത് തരികയും ചെയ്യണേ. ഞാൻ മരിക്കുമ്പോൾ എനിക്ക് സാലിഹ്യങ്ങളോടൊപ്പം ചേരാനും അവരോടടുക്കൽ പ്രവേശിക്കാനും നീ എനിക്ക് തൗഫീഖ് തരണം.